അർജുൻ രാംകുമാർ. യെസ്, ഹായ്. പക്ഷെ ചെറിയ പ്രായമാണ്, ആണ് 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സുള്ള. ആ, ഞാൻ വന്നിട്ട് പ്രായം ഇയാൾ പറയുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. അയ്യോ, ചെറിയ കുട്ടിയാണല്ലോ. BBA കഴിഞ്ഞു. ആ, BBA കഴിഞ്ഞു. ആ, എവിടെയാണ് നാട്? തൃശ്ശൂരാണ്. ആ, ആ, ഈ മ്യൂസിക് ജേണി എന്ന് പറയുന്നത്, ഇവിടം വരെ എത്തുക എന്ന് പറയുന്നത്, യെസ്, സൂപ്പർ സ്റ്റാർ അറിയാമല്ലോ, ആണ്. ഒത്തിരി കാലമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇടയ്ക്കൊന്ന് യെസ്, ബ്രേക്ക് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാ ഇവിടം വരെ എത്തിയ മ്യൂസിക് ജേണി എന്ന് പറയൂ. മ്യൂസിക് ജേണി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ അവിടെ ഞാൻ 10 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ആ, സോ എനിക്കൊരു ഭയങ്കര ഒരു കർണാടിക്. കർണാടിക് പഠിക്കുന്നുണ്ട്. ഉം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് ഒരു നല്ലൊരു ടെലിവിഷൻ ചാനലിൽ ഒരു നല്ലൊരു ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റൻ്റ് ആവാമെന്ന്. ഉം, ഉം. അപ്പോൾ എനിക്ക് അമൃത TV വന്നു, സൂപ്പർ സ്റ്റാറിൽ പാടി. നല്ല പേടിയുണ്ടായിരുന്നു പാടാൻ. ശരത് സാറൊക്കെ മുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാർ നല്ല കളിയാക്കിയോ? ഞാൻ സാറ് കളിയാക്കി. അതെന്താ വെച്ചാൽ അതൊരു കോൺഫിഡൻസ് ആണ് സത്യത്തിൽ. അത് എന്താ വെച്ചാൽ ഞാൻ 2 പാട്ട്, ഒരു മെലഡിയും ഒരു ഫാസ്റ്റ് സോങ്ങാണ് പാടിയത്. ഉം, അപ്പോൾ ഫാസ്റ്റ് സോങ്ങിലൊരു ഹമ്മിങ് ഉണ്ടായിരുന്നു. മറ്റേ ഞാൻ ചന്ദനമണി എന്ന ഒരു പാട്ട്, ചന്ദനമണി ആ ഫാസ്റ്റ് സോങ്ങാണ് പാടിയത്. ആ, അപ്പോൾ അതിൽ ആ ശാന്താകാരത്തിൽ പെട്ടെന്ന് ഞാൻ പാടി. അപ്പോൾ അവർ ഓർക്കസ്ട്രക്കാർ റെഡി ആയിരുന്നില്ല. സാറ് അവിടുന്ന് കുറച്ച് ശാന്തം വേണം കേട്ടോ. അപ്പോൾ മനസ്സിലായി സാറ് കുറച്ച് കൂളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉം, പിന്നെ നിങ്ങൾ സെലക്ട് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഉം. അങ്ങനെയാണ് ഈ എത്തിച്ചേർന്നത്. കർണാട്ടിക് മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? കർണാടിക് മാത്രമാണ്. ഉം. ഞാൻ ചിന്തിച്ചിട്ടില്ല, അതായത് ഇവിടൊക്കെ വന്ന് പാടും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടാൻ. ആ, എനിക്കൊരു എന്താ പറയുക, പാട്ട് പഠിച്ച് പാടാൻ ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഈ സ്കൂൾ മുതൽ ലൈറ്റ് സോങ്സും ഇത്തരം സോങ്സ്. സ്കൂളിലൊക്കെ ഞാൻ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. മറ്റേ കോളേജിൽ ഞാൻ D സോണിൽ ഫസ്റ്റ് ആയിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. ആ, അപ്പോൾ അങ്ങനെ ഇൻട്രസോൺ ബാൻഡിലുണ്ടായിരുന്നു ഗാനമേളയ്ക്ക്. ഉം. സോ പക്ഷെ ഇപ്പൊ അത്യാവശ്യം റവന്യൂ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. എന്താണ് റവന്യൂ ഇല്ല പരിപാടി? ഇല്ല ഇല്ല, അല്ല ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പാട്ട് പാടുന്നുണ്ട്. ആ, ഭയങ്കര പാട്ടിന്റെ പരിപാടിയാണ്. കാര്യത്തിലല്ല, ആ വേറെന്താണ് വേറെ ബിസിനസ്? ബിസിനസ് ഹോട്ടലാണ് ഞങ്ങൾക്ക് ആ, തൃശ്ശൂരിൽ അതാ ഞാൻ തന്നെ. ചോദിച്ചേ. ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഉം. സോ വീട്ടിനടുത്ത് തന്നെയാണ് ഹോട്ടൽ. ആ, പൂങ്കുന്നത്ത് തന്നെയാണ് വരുന്നത്. ആ, കൃതിക എന്നാണ് പേര്. സ്വന്തം. സ്വന്തമായിട്ട് ആ, ഞാൻ അച്ഛനമ്മ അനിയനാണ് നോക്കണത്. ഹോട്ടൽ മുതലാളിയാണ് കേട്ടാ. അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. അച്ഛനാ ആ, നല്ലവരും ഉണ്ട്. ആ. അപ്പൊ എന്താണ് അവിടെ BBA കാരന്റെ റോൾ എന്താണ്? BBA കാരൻ്റെ റോള് ശരിക്കും പറഞ്ഞാൽ അവിടെ വെയിറ്റേഴ്സ് അങ്ങനെ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് സെർവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ച് ഒരു ഹോം പോലെയാണ് ഞങ്ങളിത് അവിടെ ചെയ്യണത്. ഉം, ഉം, അപ്പോൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു വീട് പോലെ കഴിച്ച് അങ്ങനെ നല്ല ക്വാളിറ്റി ഫുഡാണ് ഉം, ഉം, കൊടുക്കുന്നത്. ഉം. പരസ്യത്തിന് പ്രത്യേകം പൈസ വാങ്ങിക്കും. അങ്ങനെയല്ല ഞാൻ പറയണല്ലോ. അതെ അതെ അതെ. കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളൊരു സ്ഥലത്ത് ആഗ്രഹിക്കുന്നത്. ചെല്ലുമ്പോൾ അത്രയും കംഫർട്ടാക്കി നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്ന അതാണ് ഒരാളാണെങ്കിൽ നമ്മൾ ഇച്ചിരി അവിയൽ ചോദിക്കുമ്പോൾ അവർ തരും. യെസ്, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആണ്. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു ഷോ കാണിക്കുന്ന സമയത്ത് നമുക്ക് അപ്രീസിയേഷൻ കിട്ടാൻ ചിലപ്പോൾ നമ്മളെ കൂവിയിട്ടുണ്ടാവാം. എന്താണ് കുറേ ശരിക്കും? കുറെ കൂല് വാങ്ങിച്ചിട്ടുണ്ട്. കോവിൽ മീൻസ് കോളേജ് തൊട്ടാണ് എൻ്റെ ഒരു മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്യണത്. എന്ന് വെച്ചാൽ ഞാൻ 10 വർഷമായിട്ട് പാട്ട് പഠിക്കണതിലും ഞാൻ രാത്രി കഴിഞ്ഞു ഞങ്ങളുടെ പാട്ട് ക്ലാസ് രാത്രി 8 മണിക്കാണ്. ആ, അപ്പോൾ നമുക്കപ്പോൾ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഓടി ചാടി കളിക്കാമെന്ന് മാത്രമല്ല. രാത്രി 8 മണിയാകുമ്പോൾ അച്ഛനാണ് ഇതിന് മെയിൻ ആള്. ആ, അച്ഛൻ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ പാട്ട് പഠിച്ചത്. ഓ, അപ്പോൾ രാത്രി 8 മണിയാകുമ്പോൾ എവിടെയാടാ ക്ലാസ്സിൽ പോടാ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോവും. അപ്പോൾ ഒരു കോളേജ് ആയപ്പോൾ നമുക്ക് കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തു. അപ്പോൾ അവിടെ കുറേ മ്യൂസീഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഉം, ഉം, അപ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അവർ പറഞ്ഞു നീ നന്നായി പാട്ട് പാടുന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ആ ഒരു സന്തോഷം. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ മ്യൂസിക് ജേർണി ശരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ കോളേജിലൊരു ബാൻഡ് തുടങ്ങി. ബാൻഡിൽ തുടങ്ങിയപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ചു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, അതായത് ഓക്കെ നമുക്ക് പാട്ട് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞാൻ ചെന്നൈയിലും പോയി. ഞാൻ ചെന്നൈയിൽ ഒരു ഷെഫിൻ്റെ കോഴ്സ് പഠിക്കാൻ പോയി. ആ, ഞാനവിടെ പാട്ട് പഠിക്കാനാണ് പോയത്. പക്ഷേ പാട്ടിന് വേണ്ടിയിട്ടാണ് ചെന്നൈ ചൂസ് ചെയ്തത്. പക്ഷേ ഞാൻ എത്തിച്ചേർന്ന സ്ഥലം വിട്ടുപോയ സ്ഥലമായിരുന്നു. ആ, അവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നു. ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. രാവിലെ 8 മണിക്ക് എണീക്കുക, രാത്രി 9 മണിക്ക് തിരിച്ചു വരിക, കിടന്നുറങ്ങാൻ പോവുക. നമുക്കൊരു ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഉം. ഷെഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കിച്ചണിലാണ് പണി. സോ അങ്ങനെ പോയപ്പോൾ ശരിക്കും പെട്ടുപോയി. ആ, എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടെ? പിന്നെ 1 വർഷം കോഴ്സായിരുന്നു ഭാഗ്യത്തിന്. ഉം. അപ്പോൾ ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. ആ, പിന്നെ ഞാൻ ക്ലാസ്സിനൊന്നും പോകാറില്ല. അപ്പോൾ ഞാൻ പകുതി ദിവസം നാട്ടിലാണ്. ഉം. ആ പാട്ടുകാരൻ അവിടെ പെട്ടുപോകായിരുന്നു. സത്യം പെട്ടു പോകുമായിരുന്നു. അപ്പോൾ കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് ഞങ്ങൾക്ക്, അതായത് 1 വർഷം കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ടാവും 5 സ്റ്റാർ ഹോട്ടൽസിൽ. അപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പോൾ നിനക്ക് ട്രെയിനിങ് ഇല്ല, നീ ക്ലാസ്സിൽ തന്നെ വരില്ലേ, നിനക്ക് എന്താ ട്രെയിനിങ് എന്ന് ചോദിച്ചപ്പോൾ ശരി ഞാൻ സ്വന്തം ഹോട്ടലിൽ തന്നെ ചെയ്തോളാം, നിനക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കറക്റ്റ് സ്വന്തം എൻ്റെ ഹോട്ടലിൽ തന്നെ കിട്ടി. ഭാഗ്യത്തിന് സ്വന്തം ഹോട്ടലിൽ കിട്ടിയ കാരണം എനിക്ക് ഇവിടെ കയറാൻ പറ്റി. ഞാനിപ്പോൾ എങ്ങാനും ട്രെയിനിങ്ങിന് കയറിയാച്ചാൽ എനിക്ക് കയറാൻ പറ്റില്ല. എന്താ വെച്ചാൽ 6 മന്ത്സിൻ്റെ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ എനിക്കത് ഒഴിവാക്കാനും പറ്റില്ല.
അപ്പോൾ BBA കാരൻ്റെ ബുദ്ധി ഹോട്ടലിൽ വേണം, പക്ഷേ ആ പാട്ടുകാരനെ ഞങ്ങൾക്ക് പാട്ടുകാരൻ വേണം.